മലയാള സാഹിത്യകാരന്മാർ പ്രശ്നോത്തരി ഭാഗം 3. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന മലയാള സാഹിത്യകാരന്മാർ സചിത്ര ക്വിസ് 3-ാം ഭാഗം. സാഹിത്യ ക്വിസ്, വായനാ ക്വിസ്, ലൈബ്രറി ക്വിസ് എന്നിവയ്ക്ക് വിജ്ഞാനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ ലഭിക്കുന്നതാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ വീഡിയോസ് ആൻഡ് റൈറ്റ് യുവർ കമന്റ്സ്. സ്വാഗതം. കറുമ്പൻ, മക്കളായ അഴകൻ, നീലി എന്നിവരും അവരുടെ വളർത്തുകാളയും കഥാപാത്രങ്ങളായി മാണിക്കൻ എന്ന പ്രസിദ്ധമായ കഥ. വയലാർ അവാർഡ് നേടിയ ആദ്യ നോവൽ അഗ്നിസാക്ഷി എന്നിവ രചിച്ചതാര്? ലളിതാംബിക. അന്തർജനം. നളിനകാന്തി, ഗൗരി, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, മഖൻ സിംഗിന്റെ മരണം തുടങ്ങിയ പ്രസിദ്ധ കഥാസമാഹാരങ്ങളുടെ രചയിതാവ്, എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആരാണിത്? ടി പത്മനാഭൻ. പത്മനാഭൻ. വ്യാസഭാരതത്തിലെ കഥയും കഥാപാത്രങ്ങളും അതേ അന്തരീക്ഷത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് കർണനെ പ്രധാന കഥാപാത്രമാക്കി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ പി.കെ. ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. സൈനിക ജീവിതം ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യ നോവൽ ട്രെഞ്ച്. അയനം, പാപത്തിന്റെ ശമ്പളം, കാഞ്ചനം, നീരാളി തുടങ്ങിയ നിരവധി നോവലുകൾ രചിച്ച കെ.എം. മാത്യുവിന്റെ തൂലികാനാമം. ഏകലവ്യൻ. ബലിക്കല്ല്, ആനപ്പക, ഗജരാജൻ, ഗുരുവായൂർ കേശവൻ, ആട്ടുകട്ടിൽ, ജലസമാധി, ധർമ്മചക്രം തുടങ്ങിയവ രചിച്ച ഈ നോവലിസ്റ്റ് ആരാണ്? ഉണ്ണികൃഷ്ണൻ പുതൂർ. കേരള സൗന്ദര്യത്തെ ആവാഹിച്ച ഈ കാൽപ്പനിക കവിയുടെ കളിയച്ഛൻ, താമരത്തോണി, രഥോത്സവം, മണിവീണ തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ, കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി എന്നീ ആത്മകഥകൾ പ്രസിദ്ധങ്ങളാണ്. ആരാണിത്? പി. കുഞ്ഞിരാമൻ നായർ. പാണ്ഡവപുരം, വനവാസം, ഏഴാം പക്കം തുടങ്ങി നോവലുകൾ, കഥകൾ, പിന്നെ അപ്പുവും അച്ചുവും, ചേക്കൂട്ടി തുടങ്ങി ബാലസാഹിത്യ കൃതികൾ രചിച്ച പ്രശസ്തനായ സാഹിത്യകാരൻ ആര്? സേതു. സേതുമാധവൻ എന്നാണ് മുഴുവൻ പേര്. തൂലികാനാമം സേതു. കുറത്തി, കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത്, കോഴി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു തുടങ്ങി കവിതാ ഗ്രന്ഥങ്ങൾ രചിച്ച, വൃത്തശാസ്ത്രങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നു മാറി നാടോടി കലാരൂപങ്ങളുടെ താളം മലയാള കവിതയിൽ കൊണ്ടുവന്ന കവിയാണിത്. ആര്? കടമ്മനിട്ട രാമകൃഷ്ണൻ. വികൃതിരാമൻ, കുഞ്ഞിക്കൂനൻ, അന്ധഗായകൻ, ഉണ്ടത്തിരുമേനി, ഇത്തിരി കുഞ്ഞൻ, മനസ്സറിയും യന്ത്രം തുടങ്ങി നിരവധി ബാലസാഹിത്യ കൃതികൾ രചിച്ച പ്രഗത്ഭ സാഹിത്യകാരൻ പി. നരേന്ദ്രനാഥ്. കേരളീയ ഭാവങ്ങളെക്കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയ കവി. അമൃതകല, അശ്രുപൂജ, മലനാട്, പാലാഴി, ശ്രാവണഗീതം, കേരളം വളരുന്നു 8 ഭാഗങ്ങളായുള്ള കവിതാ സമാഹാരം, എഴുത്തച്ഛൻ വള്ളത്തോൾ അവാർഡുകൾ. ആരാണ് ഈ കവി എന്ന് പറയാമോ? പാല നാരായണൻ നായർ. ബിലാത്തി വിശേഷം, നവഭാരത ശില്പികൾ 2 ഭാഗങ്ങൾ, ജീവിത ചിന്തകൾ, കഴിഞ്ഞ കാലം എന്ന ആത്മകഥ, നാം മുന്നോട്ട് 5 ഭാഗങ്ങളുള്ള പുസ്തകം തുടങ്ങിയ കൃതികൾ രചിച്ച ഗാന്ധിയൻ. മാതൃഭൂമിയുടെ സ്ഥാപകൻ ആര്? കെ.പി. കേശവമേനോൻ. വസൂരി, ഏഴാം മുദ്ര, സാക്ഷി, ഉഷ്ണമേഖല, ഒറോത, അഭിമന്യു തുടങ്ങിയ നിരവധി നോവലുകളും ചെറുകഥകളും രചിച്ച കാക്കനാടൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ജോർജ് വർഗീസ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിരുന്ന
പക്ഷിയുടെ മണം, മാനസി, എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം, ഒറ്റയടിപ്പാത, നഷ്ടപ്പെട്ട നീലാംബരി തുടങ്ങിയ കൃതികൾ രചിച്ച ഈ സാഹിത്യകാരിയുടെ പേര്. മലയാളത്തിൽ എഴുതുമ്പോൾ മാധവിക്കുട്ടി എന്നും ഇംഗ്ലീഷിൽ കമല ദാസ് എന്നുമാണ് പേര്. പിന്നീട് കമല സുരയ്യ എന്നു പേര് മാറുകയുണ്ടായി. ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, ദ പ്രസിഡന്റ്, ദ ഡബിൾ, ടു ബി ഓർ നോട്ട് ടു ബി തുടങ്ങിയ നാടകങ്ങൾ, ഏകാംഗ നാടകങ്ങൾ, ഞാൻ എന്ന ആത്മകഥ അടക്കം കൃതികൾ. പ്രഗത്ഭ നാടകകൃത്ത്, നടൻ, ചലച്ചിത്ര നടൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹം. NN പിള്ള. സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചന സീത എന്നീ പ്രസിദ്ധ നാടകത്രയം, നഷ്ടക്കച്ചവടം, ഏട്ടിലെ പശു തുടങ്ങി ഒട്ടേറെ നാടകങ്ങൾ രചിച്ച നാടകകൃത്ത്. CN ശ്രീകണ്ഠൻ നായർ. തീക്കടൽ കടഞ്ഞ് തിരുമധുരം, കരൾ പിളരും കാലം, പുഴ മുതൽ പുഴ വരെ, മുൻപേ പറക്കുന്ന പക്ഷികൾ, സ്പന്ദമാപിനികളെ നന്ദി, എല്ലാം മായ്ക്കുന്ന കടൽ തുടങ്ങി നോവൽ. പിന്നെ കഥാകൃത്ത്, ചലച്ചിത്രകാരൻ. സി രാധാകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യ വർണ്ണ സിനിമയായ കണ്ടം ബച്ച കോട്ട് അടക്കം തിരക്കഥകൾ. ഇത് ഭൂമിയാണ്, കറവറ്റ പശു, കടൽപ്പാലം, തുറക്കാത്ത വാതിൽ, സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ നാടകങ്ങൾ രചിച്ച നാടകകൃത്ത്, സിനിമാ സംവിധായകൻ. ആരാണിത്? KT മുഹമ്മദ്. പഠിക്കാനും വളരാനും നിങ്ങൾക്കൊപ്പം ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. വേരുകൾ, യന്ത്രം, യക്ഷി തുടങ്ങിയ നിരവധി നോവലുകൾ, ചെറുകഥകൾ തുടങ്ങിയ രചനകൾ, എൻ്റെ IAS ദിനങ്ങൾ എന്ന സർവീസ് സ്റ്റോറി എന്നിവ രചിച്ച സാഹിത്യകാരൻ ആര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. അവൻ വീണ്ടും വരുന്നു, ഉയരുന്ന യവനിക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, 1128 ക്രൈം 27, ആ മനുഷ്യൻ നീ തന്നെ, പിശുക്കൻ്റെ കല്യാണം തുടങ്ങി നിരവധി നാടകങ്ങൾ, വിവർത്തനങ്ങൾ, നിരൂപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലയിൽ വിഖ്യാതനായ ഇദ്ദേഹം. CJ തോമസ്. തീപിടിച്ച ആത്മാവ്, മാനം തെളിഞ്ഞു, യുഗതൃഷ്ണ, ജീവിതം ഒരു കൊടുങ്കാറ്റ്, ജ്വലനം, 14 ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച മണൽക്കാട് എന്നിങ്ങനെ 36 നാടകങ്ങളും 75 ഏകാംഗങ്ങളും, നാടകരചന എന്ത് എങ്ങനെ തുടങ്ങിയ നിരവധി കൃതികൾ രചിച്ച ഇദ്ദേഹം. CL ജോസ്. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.